Welcome back to the channel, guys. This is Rio. This is Augie. Guys, അപ്പോൾ ഇന്ന് നമ്മുടെ പ്ലാനിങ് എന്ന് വെച്ചാൽ എന്താണോ, നമ്മൾ നേരെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കുനിശിമല പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് ടോപ്പ് ഏരിയയും കൂടെ കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് നടന്നില്ല. അന്ന് രാത്രി ആയതുകൊണ്ട് ഇറങ്ങി വന്ന വീഡിയോസിൽ നമ്മളുണ്ടായിരുന്നു. അപ്പം കുനിശിമലയിൽ പോയിട്ട് ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അവിടെ വെച്ച് പറയാം. കാരണം നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. മണി ഇപ്പം 4:15 ഓക്കെ, 4:15. അപ്പം 4:15 ആയതിനാൽ നമ്മളിവിടെ പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ്, ബാക്കി ഒരു മാതാ മല എന്ന് പറഞ്ഞ മലയുണ്ട്, പിന്നെ കൊണ്ടോട്ടി മലയുണ്ട്. നമുക്ക് അതിൽ ഇവരെ കയറാൻ ട്രക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും നമ്മൾ അതെല്ലാം വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. ഓക്കെ ഗൈസ്. വേറൊരു സർപ്രൈസ് ഉണ്ട്. അതായത് നമ്മുടെ കമന്റ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അവരെ കൂടെ കൊണ്ടുപോകുന്നു, അവരുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ലേ. അങ്ങനെ 2 മെസ്സേജ് വന്നിട്ടുണ്ട്. സോ നമ്മൾ അങ്ങനെ 2 പേരെ ഇൻവൈറ്റ് ചെയ്യാൻ പോകും. ഓക്കെ, ആക്ച്വലി നമ്മൾ ആ ഫ്രണ്ട്സ് ആണ്. ഒരു മെസ്സേജ് കണ്ട് നമ്മൾ അത് കൊണ്ടുവരണമല്ലോ. ഓക്കെ ഓക്കെ, ആരൊക്കെ നമ്മളിപ്പോ പരിചയപ്പെടും. അപ്പം നമ്മുടെ മാർഷലുണ്ട്, പിന്നെ നമ്മുടെ ജിതിൻ ചേട്ടനുണ്ട്. അപ്പൊ ഇവര് 2 കമന്റ് നമ്മളെല്ലാം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അവരെ കൊണ്ടുവന്നത്. എങ്ങനെയാണ് ഗൈസ്, നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? ഇഷ്ടമാണോ? ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല, അവിടെ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇനിയിപ്പോ അങ്ങോട്ട് പോവാണ്. അപ്പൊ എങ്ങനെ സെറ്റ് അല്ലേ? ഇറങ്ങി തുടങ്ങി, സെറ്റാണ്. ബാക്കിൽ കോട എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്, മഞ്ഞ്. അത് ഇറങ്ങി ബാക്കിലോട്ട് പള്ളിയുടെ ബാക്കിലുണ്ട്. ശരി ശരി. അപ്പൊ എന്തായാലും നമുക്ക് ടൈം കളയുന്നില്ല. അപ്പൊ നമ്മൾ പോവുകയാണ്. ഓക്കെ ബൈ. ഓക്കെ ബൈ ബൈ. ഹലോ ഗൈസ്, ഇനി ആർക്കും ഡൗട്ട് തോന്നരുത്. ലൊക്കേഷനും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഇതിനകത്ത് തന്നെ നമ്മൾ വച്ചിട്ടുണ്ട്. കൂത്താളി, പന്നിമല, കത്തിപ്പാറ റോഡ്. Guys, കോട മൂടി കിടക്കണോ ഗൈസ്? ഗൈസ്, അപ്പൊ നേരത്തെ നമ്മൾ കൂതാളി വഴി അവിടെ നിന്ന് നേരെ നമ്മൾ ഇങ്ങ് പോന്നിട്ട് തിരിച്ചു പോവുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് നേരെ അവിടെ നിന്ന് വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡാണ്, കണ്ടല്ല, ഒരു പള്ളിയുടെ ഇതും ആർച്ചും ആയി കാര്യങ്ങൾ ഇതിലെ വഴിയാണ് പോകേണ്ടത്. കാരണം ഇവിടെ നിന്ന് പോകുമ്പോ തന്നെ ടോപ്പിന്റെ കാണാൻ കണ്ട. നമ്മളെ ഫ്രണ്ട്സ് അവിടെ തന്നെ നേരത്തെ നിൽക്കുകയാണ്, നമ്മളെയും കാത്ത്. ഗൈസ് ഗൈസ്, നേരത്തെ ഇതിലെ വഴി കയറിയില്ലേ, വഴി തെറ്റിപ്പോയി ഗൈസ്. നല്ല തണുത്ത കാറ്റും നല്ല തണുത്ത സീസണും ഒക്കെയാണ്. ഗൈസ്, ഇങ്ങോട്ടാണെങ്കിൽ കുരിശുമലയാണ് ഗൈസ്. ഇങ്ങോട്ടാണ് നമുക്ക് പോവേണ്ടത്. അടല്ലോ ഗൈസ്. ഗൈസ്, ഈ കാണുന്നതാണ് ടൂറിസം ഗൈസ്. അപ്പൊ ഇതിൽ കൂടിയാണ് നമ്മൾ പോകേണ്ടത് ഗൈസ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുള്ള റോഡായിരിക്കും. ഇതാണ് നമ്മുടെ കുരിശുമലയിലുള്ള റോഡ്. അപ്പോൾ ഇത് നമ്മുടെ കൊണ്ടോട്ടി മലയിലോട്ടുള്ള റൂട്ടും ഇത് നമ്മുടെ കുരിശുമലയിലോട്ടുള്ള റൂട്ടാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ കൂടെയുള്ള മാർഷൽ, ഓഗി ആൻഡ് ജിതിൻ ബ്രോ ഇപ്പോൾ ഇവർ സെറ്റാണ്. നമ്മളപ്പോൾ മേലോട്ട് കയറാൻ പോയാണ്. ഓക്കെ ഓക്കെ സ്റ്റേ വാഷിംഗ് ഗൈസ്. ഓക്കെ, മനസ്സിലായോ? അറിയാടോ നിനക്ക്? എനിക്കറിയണം പറയാ. അത് അയണിച്ചൊക്കെ അല്ലേടാ? ഇത് അയണിച്ചൊക്കെ, അത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സാധനമാണ്. ഇതിനകത്തിരിക്കുന്ന സാധനം നല്ല ടേസ്റ്റ് കഴിക്കാം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ സഹിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പം എന്താണ് നോക്കി, കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ കഴിക്കാൻ സമയമില്ല. നമുക്ക് മേലോട്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കാറുണ്ട്. കണ്ടല്ലോ ക്ലൈമറ്റ് ഒക്കെ. നമ്മളിപ്പോ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കയറിയായിരുന്നു, ഒരു 500 മീറ്റർ അല്ലേ? ഏതായാലും ഒരു 500 മീറ്റർ കയറി നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ തന്നെ ഒട്ടും വരാൻ പറ്റാതെ നല്ല കിതപ്പുണ്ട് കേട്ടോ. അതെനിക്ക് ഈ കിതപ്പ് കാണാതിരിക്കാൻ വേണ്ടി നമ്മളെ ഫ്രണ്ട് ഓടുകയാണ്. ഒരു മാർഷൽ എന്ന് പറയുന്ന ഫ്രണ്ട് കണ്ടതോ, രാഗം തൂക്ക് അങ്ങ് എത്തിയിരിക്കുന്നു ഗൈസ്. ഫുൾ ഇരുട്ട് വന്ന് തുടങ്ങി കഴിഞ്ഞു.
കുറച്ച് നമുക്കൊരു 5:30-5:45 മേളിൽ കയറണം. എന്നാലേ മേളിലുള്ള വീഡിയോസ് എടുക്കാനും പറ്റുള്ളൂ, അത് നമുക്ക് കാസ്റ്റ് ചെയ്ത് ഇടാനും പറ്റുള്ളൂ. ഓക്കെ, കണ്ട ഗൈസ്, കുറച്ച് റിസ്ക് ഉണ്ട്, ഏതായാലും കുഴപ്പമില്ല. ഗൈസ് ഇത് കണ്ടോ, ഒരു വലിയൊരു മരമാണ്. ഈ ഒരു മരം എത്രയോ വർഷങ്ങൾക്ക് മുമ്പൊക്കെ നിൽക്കുന്നതായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് അത്രയ്ക്കും ഡാർക്കാണ്. പിന്നെ ഈ ഒരു പ്ലേസിനെ കുറിച്ച് പറയുമ്പോൾ ഇത് കണ്ടോ, നല്ലൊരു വൈബാണ്, നല്ലൊരു ഫോറസ്റ്റ് ആംബിയൻസ് ഉണ്ട്. ഈ കണ്ടോ ഇതിൻ്റെ സൈസ്, നീ എൻ്റെ അടുത്ത് നിന്നേ. ഗൈസ് മരത്തിൽ കയറി നിൽക്കുന്നവരെ നിന്നിട്ട് മരം നിൽക്കുന്ന കേട്ടോ, നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്കിത് എത്രത്തോളം ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പറ്റുവാണെങ്കിൽ നേരിട്ട് വന്ന് ഈ ഒരു വൈബ് ഫീൽ ചെയ്താൽ എനിക്ക് ഏറ്റവും നല്ലത്. ഹായ് മാർഷൽ, എന്താണ് താങ്കളുടെ ട്രക്കിംഗ് ഇതുവരെ ഉള്ളത്? എന്തൊരു മടുത്തുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ അല്ലേ? ഗൈസ് അപ്പം വീണ്ടും മാർഷൽ കയറിയാണ് മേലോട്ട്. ഗൈസ് ഈ കാണുന്ന രണ്ടാമത്തെ ആർച്ചാണ് ഇവിടുത്തെ. ഗൈസ് അപ്പോൾ ഇവിടെ നോക്കി തന്നെ നല്ല താഴ്ചയാണ് കേട്ടോ, താഴെ ഭാഗങ്ങളൊക്കെ. അപ്പം നമ്മുടെ രണ്ടാമത്തെ പാർട്ട്ണർ ഇവിടെ വെയിറ്റിംഗ് ആണ്. എന്നാ ഗൈസ് നിങ്ങൾക്ക് പറയാനുള്ള? ഹാപ്പി. തളർന്നു പോയായിരുന്നു. പിന്നെ വെയിറ്റിംഗ് ഫോർ യു. ഓക്കെ ഗൈസ്, എനിവേ കേറിപ്പോ. എന്ത് ഈ സ്ഥലത്തിനെ കുറിച്ച്? After lot of days trucking experience. Wow. Awesome. Yeah. Guys, അപ്പോൾ ഇത് രണ്ടാമത്തെ വഴിയാണ്. നമ്മളത്തെ ആദ്യത്തെ വ്ളോഗിൽ കിടക്കുന്നത് വേറൊരു സ്ഥലത്ത് കൂടെ പോവാണ്. അത് റിസോർട്ടൊക്കെ ഉള്ള സ്ഥലമാണ്, പക്ഷെ അവിടെ കൂടെ നമുക്ക് പോകാൻ പറ്റത്തില്ല. കാര്യം റിസോർട്ടിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കയറുന്നത് ശരിയല്ല. ചില സമയത്ത് അവർ കയറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ കഷ്ടപ്പെട്ട് പകുതി വരെ പോയിട്ട് തിരിച്ചിറങ്ങി വരും. അതുകൊണ്ട് ഈ ഒരു വേ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. കാര്യം ഒറ്റയടിക്ക് നിൽക്കുന്ന മലയല്ല, നല്ല ഹൈറ്റായിട്ട് കിടക്കുന്നത് അതാണ് കട. ഗൈസ് ദോ ആ കാണാൻ സൈഡുണ്ടല്ലോ, അവിടെ എല്ലാം മഞ്ഞുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആ ഭാഗത്താണ്, ഈ ഇതിൻ്റെ സ്ട്രെയിറ്റ് ഭാഗത്താണ് നമ്മൾ ചിറ്റാർ ഡാം വരുന്നത് അല്ലേ? ഈ മരങ്ങളില്ലാതെ കറക്റ്റ് വ്യൂ കിട്ടുമായിരുന്നു. മറിഞ്ഞിരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റില്ല. അതുപോലെ ഇവിടെ നിന്ന് ഏകദേശം നമുക്ക് കാണാൻ പറ്റും. കാരണം കുറച്ച് മറിഞ്ഞിരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. നമുക്ക് ഇനിയും കയറാൻ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ ഈ വ്യൂ ഒന്ന് കാണിത്തരാൻ വേണ്ടിയാണ്. അതെ ഗൈസ്, ഇതുകൊണ്ട് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന വലിയൊരു പാറയുടെ മേലാണ്. കണ്ടോ കണ്ടോ, എല്ലാവരും നിൽപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ താഴോട്ട് ഇനിയും കാര്യങ്ങളുണ്ട്. ഇനി മേലുള്ളത് ഗൈസ്. അപ്പോൾ നമ്മുടെ ഹോഗി ഇപ്പോൾ ഇവിടെ നിൽപ്പുണ്ട്. എനിക്കെന്ത് തോന്നുന്നു മാർഷല്? പാടാണോ? പറ്റുന്നില്ല. എന്തായാലും മേളിൽ കയറിയേ പറ്റത്തുള്ളൂ. നമുക്ക് പിന്നെ എന്ത് പറയാനാണ്, കയറുക, ഇരിക്കൊന്നുമില്ല, വീണ്ടും നിൽക്കുക, വീണ്ടും കയറുക. എന്തായാലും അതിൻ്റെതായ പ്രശ്നമുണ്ട് ട്രക്കിംഗ് ആകുമ്പോൾ. പോകുന്ന അടുത്ത ആളെ. ഓക്കെ, നമ്മൾ ഈ ട്രക്ക് ചെയ്യുന്ന ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടയർഡ് ആകുമ്പോൾ ഓരോരുത്തർ റെസ്റ്റ് എടുക്കുമല്ലോ. നമ്മൾ ഇരുന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് എണീച്ച് നമ്മൾ ഫുൾ എനർജി കൊടുത്ത് എണീച്ചാൽ പെട്ടെന്ന് നമ്മൾ ടയർഡാകും. നമ്മൾ ജസ്റ്റ് ഒന്ന് എണീച്ച് നിൽക്കുക, ഒരു 10-15 സെക്കൻഡ് നിന്നിട്ട് പതിയെ നടന്നു തുടങ്ങുക, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ടയർഡായി പോകും. നമ്മൾ ആൾമോസ്റ്റ് എത്തി ടോപ്പ് വ്യൂ ഒന്ന് കണ്ടുകൂടാ. പക്ഷെ നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല, കോട കൊണ്ട് നിറഞ്ഞിരിക്കണം. മുഴുവനും കോടയാണ് ഗൈസ്. എല്ലാം കോട കൊണ്ട് നിറഞ്ഞിരിക്കുക, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ പൊന്നു മോനെ, ഇത് വെറും സാമ്പിളാണ്. ഇനി മേളിലാണ് ഇനി കിടക്കുന്നത്. കുരിശുമല, ഇത് വേറെ മലയാണ്. കയറിക്കോ, ധൈര്യമായിട്ട് കയറിക്കോ. ആഹാ, ഇവിടെ നിൽക്കുന്നേളോ? കയറി വാ, കയറി വാ, കമോൺ, അടിച്ച് കയറി വാ, അടിച്ച് കയറി വാ. നിൽക്കുന്ന കൈസ് എല്ലാവരും അടിച്ച് കയറി വരുന്നുണ്ട്. കയറി വാ, കയറി വാ.
ഇതിവിടെ എത്തിയപ്പോഴാണ് ഒരു സംഭവം കണ്ടത്. ഇതെന്താണെന്ന് മനസ്സിലാവില്ല. ഓക്സിജൻ പാർക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് മനസ്സിലായി എന്താണെന്ന് ഗൈസ് അറിയത്തില്ല. പക്ഷെ ഇതാണ് ഇവിടെ ഒരു കുരിശടിയുണ്ട്. കാണിച്ചു തരാം മുന്നോട്ട് പോകുമ്പോൾ. ഗൈസ് കണ്ടോ, കയറി വരുമ്പോൾ നമുക്ക് ആദ്യം കാണുന്നത് കുരിശടിയാണിത്. ഇവിടെ നിങ്ങൾക്ക് വരുമ്പോൾ മെഴുതിരി കത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഓൾറെഡി ഇവിടെ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു കുരിശടിയുണ്ട്. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ പള്ളിയുടെ ഈ ഒരു കുരിശുകളുണ്ട്. നമ്മൾ വന്ന സമയത്ത് കണ്ടില്ല, കുറച്ച് കുരിശുകൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഓരോ കുരിശില്ലേ, അതാണ്. അപ്പോൾ ഒരു കുരിശടി, രണ്ടാമത്തെ കുരിശടി ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ എഴുതിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂം ബ്ലാക്ക് റോക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി എന്തായാലും ഇനിയും ഉണ്ടോ തരും. അതുകൊണ്ട് മുന്നോട്ട് തന്നെ. ഇതിപ്പോൾ ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിവിടെ 5 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇവിടെ കയറിയപ്പോൾ ഇവിടെ വരെ എത്തിയപ്പോൾ, അതായത് രണ്ടാമത്തെ കുരിശടി എത്തിയപ്പോൾ നമ്മൾ 5:30 കഴിഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾ പറയേണ്ടത് കുറച്ചും കൂടെ നേരത്തെ വരാണെങ്കിൽ നല്ലൊരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. അല്ലെങ്കിൽ തിരിച്ചിറങ്ങുമ്പോൾ നല്ല യാത്രയാവാൻ ചാൻസ് ഉണ്ട്. ഇരുട്ടാണ്, കാടാണ്, പിന്നെ എന്ത് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. രണ്ട് വഴി കിടക്കുന്നു. ഇതാണ് അത് നേരെ താഴോട്ട് ഇറങ്ങുന്നതാണ് അല്ലേ ഗൈസ്? എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും എൻ്റെ കൂടെ വാ, ഞാൻ കൊണ്ട് കയറിക്കോ. അയ്യോ കാട്. ഓക്കെ കയറിക്കോ, അടിച്ച് കയറി വെക്കോ, അടിച്ച് കയറി വാ. ഗൈസ് വഴി മാറിപ്പോയി, ഇതാ വരെയാണ് അടുത്ത ആള്. കയറിക്കോ കേട്ട് ഗൂഗിൾ മാപ്പോ? ഇവിടെ ഗൂഗിൾ മാപ്പ് ഇല്ല. പോട്ടെ കേട്ടോ, എന്തായാലും ഇത് ഭയങ്കര ഫീലിങ്സ് ആണ്. ഒരു കാര്യം നമുക്ക് എന്തായാലും പറയാം, ഒരു ഇത്രയും കഷ്ടപ്പെട്ട് മേളിൽ കയറുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ബെറ്റർ ആയിട്ട് എന്തോ ഒരു സംഭവം മേളിൽ കിട്ടും. ഓ എന്റെ മോന് വേറെ ലെവല് കണ്ടോ കേസ്, ഇത് നോക്കി കേസ് കൈസാണ്ട. അവിടെ എല്ലാം മറ്റേ കോട കൊണ്ട് നിറഞ്ഞിരിക്കാൻ, അതായത് മൂടൽ മഞ്ഞ്. അതാ, പക്ഷെ കുഴപ്പമില്ല, മഞ്ഞിലോട്ട് പോകുമ്പം നമുക്ക് ചൂടൊന്നും തോന്നത്തില്ല, അത്രയും സോഫ്റ്റ് ആണ്. ഗൈസ് ഇതേത് മലയെന്ന് കൺഫേം ആയോ? കൊണ്ടോട്ടി മല, അപ്പുറത്ത് മാത്രം മല. ഓക്കെ പറയുന്നത് കൊണ്ടോട്ടിയാണെന്ന് പറഞ്ഞു. കാര്യം എന്തായാലും നമുക്ക് വേണ്ട നല്ല കോടയൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഗൈസ് എന്തായാലും മേലോട്ട് തന്നെ യാത്ര. പക്ഷെ മേളിൽ സത്യം പറഞ്ഞ ഗൈസ് ഇവിടെ തൊട്ട് എന്നെ കോടോട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മള് പറഞ്ഞില്ലേ ഏറ്റവും മേളിൽ വന്നു കഴിഞ്ഞാൽ വേറൊരു ലെവലായിരിക്കും. ഇപ്പം കാണിച്ചു തരാം. ബെറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയ നല്ല താഴത്തൊരു എക്സ്പീരിയൻസ് ആണ്, അതായത് മഞ്ഞിന് മേലെ. ഇവിടെ എവിടെയാണ് വഴിയൊന്നും അറിയത്തില്ല, പക്ഷെ നിങ്ങൾ വരുന്നത് നിങ്ങൾ റിസ്കിലായിരിക്കണം. ഓക്കെ ഈ ഒരു വഴി ഇവിടെ വരെ വന്നിട്ടുള്ളൂ. ഇനി എങ്ങോട്ട് കയറണമെന്ന് അറിയത്തില്ല. ഇതല്ല ടോട്ടൽ ഇവിടെ ഭയങ്കര കൺഫ്യൂഷൻ ആണ്. അതായത് ഇതിന്റെ ചുറ്റും താഴെ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഫുൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. അതായത് ഇതിന് മുകളിലോട്ടുള്ള പാറ ഉണ്ടായിരുന്നോ? ഇതിന്റെ മേൽഭാഗം പോലെ ഇതുവരെ കാണാൻ പറ്റില്ല. അത്രയ്ക്ക് ഇങ്ങനെ കോട കൊണ്ട് തട്ടി തടവി ഇങ്ങനെ തലോടി പൊക്കോണ്ടിരിക്കുകയാണ്. കണ്ട എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കിളി പറന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ കണ്ടോ, ഈ മരത്തിലൊക്കെ പിടിച്ചു പിടിച്ചാണ് കേറുന്നത്. അയ്യോ മാർഷല് പെട്ട്. പേടിക്കണേ ധൈര്യമായിട്ട് കയറുക. ഭീഷണി മുഴക്കാണ്. കണ്ട ഗൈസ് കയ്യിൽ പോയി കഴിഞ്ഞാൽ വരുന്നവർക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഇവരെ ഇങ്ങനെ കൊണ്ട് കയറി ഗൈസ് മേലോട്ട്. പക്ഷെ താണ്ട ഈ ഒരു സൈഡിൽ കൂടിയ വഴി, പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം മഴയാണെങ്കിൽ നമ്മളെല്ലാം പെടും. അത് മാത്രമല്ല തിരിച്ചിറങ്ങുമ്പോൾ ഇരുട്ടാണെങ്കിൽ വഴി പോലും അറിയത്തില്ല എങ്ങോട്ടാണെന്ന്. അപ്പൊ എന്താണ് നിങ്ങൾ തീരുമാനം?
ഞാൻ ഓക്കെ അല്ല, ബട്ട് ഈ ടൈമിലും ഈ കാലാവസ്ഥയിലും ഇറ്റ് വെരി റിസ്കി ബിക്കോസ് സ്ലോപ്പിയാണ്, മഴ പെയ്തുകൊണ്ട്. നമുക്ക് കയറാം, പക്ഷെ തിരിച്ചിറങ്ങുന്നതായിരിക്കും ടാസ്ക്. ഓക്കെ, അപ്പൊ നമുക്ക് മാതാമലയിലോട്ട് നമുക്ക് അപ്പുറത്തോട്ട് ഓക്കെ ഗൈസ്. അപ്പൊ ഇത് ഇവിടെ വെച്ച് തീർന്നിട്ടില്ല. തെറ്റില്ലേ? പക്ഷെ ഗൈസ് കറക്റ്റ് വഴി നമുക്ക് അറിയത്തില്ല. ഇവിടെ ആരും വരാത്തത് അപ്പുറത്ത് പോയതെന്ന് അറിയാമോ? ഇരുട്ട് വീടൊന്ന് മേടിച്ചത് ഗൈസ് അതാണ് പരിപാടിയാണ്. നമുക്കേ വേറെ ദിവസം കറക്റ്റ് 2 മണിക്ക് മല കയറാൻ തുടങ്ങും. അതും ഒരാള് വേണം. 2 മണിക്ക് മല കയറാൻ തുടങ്ങിയ 2 മണിക്ക് നമ്മൾ ഇവിടെ എത്തിയ കറക്റ്റ് 5 മണിക്ക് മുമ്പ് നമുക്ക് തിരിച്ചിറങ്ങാം. ഗൈസ് അപ്പൊ നമുക്കൊന്നും ഇപ്പൊ വേറെ ഓപ്ഷൻസ് ഇല്ല. ഇതാ വേണ്ട ഏറ്റവും മേള് തൊട്ട് കയറാൻ പറ്റില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി പിന്നെ പാറയുടെ വണ്ടി കൂടെ കയറണം. പക്ഷെ ഒരു സൈഡ് പോയി അട്ടല റിസ്ക് ആണ്. ഭയങ്കര റിസ്ക് എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് മാതാമലയിലോട്ട് പോയാലോ? മാർച്ചിൽ ആദ്യം ഇറക്കേ. നമുക്ക് ഇന്നലെ ഒരു കാര്യം ചെയ്യാം, പകുതി വരെ പോയിട്ട് വരാം. ഓക്കെ. ഓ ഗൈസ് അപ്പൊ എന്തായാലും അതുവരെ പോയി. ഗൈസ് ഹലോ, നമ്മളങ്ങനെ കൊണ്ടോട്ടിയിൽ നിന്ന് മാതാമലയിലോട്ട് പോകണം. കാര്യം ഈ ഒരു ടൈമിൽ ഇവരെ കൊണ്ടുപോകുന്ന റിസ്ക്കാണ്. അത് അവർക്ക് മാത്രമല്ല നമുക്കും റിസ്ക്കാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ കോട കൊണ്ട് നിറഞ്ഞ് നിൽക്കുകയാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഈ വഴി അറിഞ്ഞുകൂടെ പെട്ടെന്ന് പോയി എന്തിനാണ് വെറുതെ പോകുന്ന കാര്യങ്ങളൊക്കെ പിടിച്ച് കയറ്റുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ചേഞ്ച് ചെയ്ത് മാതാമലയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന മാതാമല ഓക്കെ പൊക്കോണ്ടിരിക്കുകയാണ്, തീർന്നിട്ടില്ല. നല്ല വെള്ളം നയിച്ചു കയ്യിൽ വേണമെങ്കിൽ വെള്ളമൊക്കെ കരുതി വയ്ക്കുന്നത് നല്ലതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേണ്ട വെള്ളം വേണ്ടെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഇവിടെ വെള്ളം കുടിക്കുന്നുണ്ട്. അയ്യോ ഗൈസ് അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഗൈസ് കാര്യം പറ്റില്ല. ആ കോടേരി കോട ഒരാൾ പോകുന്നുണ്ട്, നമ്മുടെ കൂട്ടത്തുള്ള ഒരാൾ. ഓക്കെ ഓക്കെ. അപ്പോൾ വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്മുടി ആയിട്ട് കമ്പയർ ചെയ്യണമെന്നല്ല, ബട്ട് പൊന്മുടി പോയി കഴിഞ്ഞാൽ ആ കിട്ടുന്നതിൻ്റെ ഭാഗമൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഞാൻ കമ്പയർ ചെയ്ത് പറയുന്നില്ല. പക്ഷെ രണ്ട് പ്ലേസസ് ആണ്, അത് മാത്രമല്ല 2 നാച്ചുറലായിട്ടുള്ള ഒരു സംഭവമാണ്. ഗൈസ് ഫൈനലി നമ്മൾ ഇതിൻ്റെ മേളിൽ എത്തിക്കഴിഞ്ഞായിരിക്കും. അപ്പോൾ നമ്മൾ മാതാവിന്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. പൊന്മുടി ക്ലോസ് ആണെങ്കിൽ അതെ, ഇപ്പൊ നിങ്ങൾക്ക് വല്ല പൊന്മുടിയുള്ള ക്ലോസ് എന്ന് പറയാൻ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നേരെ ഇങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ കാറ്റിന്റെ സൗണ്ട് നിങ്ങൾ കേൾക്കാം. എന്ന് പറഞ്ഞാൽ എന്റെ കേസ് വേറെ ലെവലാണ്. ഹലോ ഗൈസ്, ഞാൻ ഓക്കി. ഇവിടെ നമ്മൾ റിവ്യൂ എടുക്കാൻ വേണ്ടി 2-3 ചേട്ടന്മാർ വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഫീലിങ്സ് ട്രക്ക് പക്ഷെ അടിപൊളിയാണ്. നല്ല വെയിലായിരുന്നു, ഇപ്പൊ നല്ല രസമുണ്ടല്ലേ. ഇപ്പൊ എല്ലാവരും വരാൻ പ്ലാൻ വരാം. സമയമാണ് ഓക്കെ ബൈ.
ഈ കാണുന്നത് ബ്ലറിങ് ഒന്നല്ല, അതായത് വീഡിയോയിൽ ഒരു ചെറിയ ക്വാളിറ്റി ഇത് തോന്നുന്നില്ലേ, അത് വേറൊന്നല്ല, കോട കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. പ്രശ്നം കാരണമാണ് അങ്ങനെ വരാൻ ചാൻസ്. എന്നാലും നമ്മൾ മാക്സിമം എടുക്കും. അപ്പോൾ ഈ കാണുന്നത് അതായത് നിറഞ്ഞ് നല്ല കോടിയാണ്. അതായത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊന്മുടി അടച്ചിട്ടാൽ നേരെ ഇങ്ങോട്ട് വന്നോ, ഇവിടെ ഫുൾ ഓപ്പൺ ആണ്. അപ്പോൾ ധൈര്യമായിട്ട് വന്നോ, നിങ്ങൾക്ക് കോട വേണമെങ്കിൽ അത് ഇങ്ങോട്ട് വന്നോളൂ. ഗൈസ് ഇവർ ഏറ്റവും കൂടുതൽ എൻജോയ്മെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ന് ഇവർ വന്നത് ഇവർക്ക് എല്ലാം ലക്കാണെന്നാ തോന്നുന്നത്. കണ്ടോ, കാണിച്ചു തരാം. ഫോട്ടോ എടുക്കാൻ കണ്ടോ, പാറയുടെ മേളിലുള്ള മരത്തി വന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. കണ്ടോ, അതാണ്. അപ്പൊ എങ്ങനെയുണ്ട്, സന്തോഷമല്ലേ, ഹാപ്പി അല്ലേ, ഹാപ്പി അല്ലേ, ഹാപ്പിയാണോ? പിന്നെ അല്ല, അടിച്ച് കേറി വാ. എടുത്തേരാം. ഗൈസ് നിങ്ങൾ വന്ന് സത്യം പറയാൻ അതായത് കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് പെയ്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫൈനലി നമ്മുടെ മാതാമലയിലാണ് നമ്മൾ കഴിഞ്ഞത്. അതെ ഗൈസ്, നമ്മുടെ ഫ്രണ്ട്സ് എന്താണ് തോന്നിയത് അവരെന്ന് പറഞ്ഞു. അതായത് നമുക്ക് എന്തായാലും ബെറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് നേരത്തെ നമ്മൾ കുനിശി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കത് തോന്നിയിട്ടുണ്ട്. അത് അവരെയും കൂടെ നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കണം. അതുകൊണ്ട് അവരും കൂടെ ഗൈസ് നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണും. കോടയെന്ന് വെച്ചാൽ അന്യായ കോടയാണ്. നമ്മുടെ അല്ലാതെ വേറൊരു ഇത്ര കോട കാണുന്നത് ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ചായ ഉണ്ടല്ലോ, ഈവനിങ് വൈബ് ചെയ്യാം. പക്ഷേ ഇതേപോലത്തെ ബിസ്ക്കറ്റ് സ്നാക്സ് ഒക്കെ കൊണ്ടുവരാം. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് നിങ്ങൾ തിരികെ കൊണ്ടുപോകണം. നമ്മുടെ ഡംപ് ചെയ്യരുത്, നമ്മൾ പ്രകൃതി നശിപ്പിക്കരുത്. സൂപ്പറാണ്, പക്ഷേ പ്രകൃതി നശിപ്പിക്കരുത്. ഇവിടെ പലയിടത്തും കവറൊക്കെ. അതായത് 360 റൊട്ടേഷന്റെ എങ്ങനെയാണ് നിങ്ങൾക്ക് ബെറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയത്? 360 റൊട്ടേഷൻ എന്ന് വെച്ചാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. കോട നിറഞ്ഞു കിടക്കുവാണ്. അതായത് മേഘം കൊണ്ട്, മേഘമല്ല മഞ്ഞ് കൊണ്ട് നിറഞ്ഞു കിടക്കും. അപ്പൊ എന്തായാലും വൈബൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? രക്ഷയില്ല, അതാണ്. ഓക്കെ ഗൈസ്, പിന്നെ ഒരു കാര്യം എൻ്റെ പോയിന്റ് ഗൈസ്, ഒരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെയുണ്ടല്ലോ ഈ കണ്ട ചായ കേട്ടോ, നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. ഈ ഒരു ചായയിൽ വന്നിട്ട് ഈ ഒരു മലയുടെ മേലിൽ വന്നിട്ട് കഴിക്കുന്ന ഈ ഒരു ബിസ്ക്കറ്റ് അത് വേറൊരു ലെവലായിരുന്നു ഗൈസ്. ഓക്കെ അല്ലേ, ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്തൊരു സ്ഥലത്ത് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ എല്ലാവരുമായിട്ട് കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിൽ നിന്നും and this is Rio and this is our fans. Okay, bye. Signing off. Bye. Okay. മേളിൽ നിന്ന് അത്രയും ഫോൺ എടുത്ത് ഞാൻ സ്റ്റാൻഡും കാര്യങ്ങളൊന്നും എടുത്തില്ലായിരുന്നു. അതാണ് നമ്മൾ കണ്ടല്ലേ, അതാണ് നമ്മൾ ഇപ്പൊ അത്രയും റിസ്ക് എടുത്ത് വണ്ട് അതെ അതെ കോട നടക്കണ ഗൈസ്. കാണാൻ പറ്റില്ല, ഇവിടെ ഫുള്ള് മഞ്ഞാണ് ഗൈസ്. ഗൈസ് നല്ല സ്ലിപ്പറിയാണ്, ഒരു രക്ഷയില്ല. ഇരുട്ടും വീഴുന്ന് ഇറങ്ങാൻ ഇത്തിരി ഉണ്ട്. നമ്മളെ കൂടെ വന്ന് 2 ഫ്രണ്ട്സ് ഓടിക്കളഞ്ഞു, ഓടിത്തള്ളിക്കളഞ്ഞു. നേരത്തെ ഞാൻ കാണിച്ചിരുന്നില്ലേ ആ ആദ്യത്തെ കുരിശടിയാണ്. ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ പൈസ ഉണ്ടായിരുന്നു. ഫോണിൽ കൂടെ ഉണ്ടായിരുന്നു, കണ്ടോ മഞ്ഞ് പോകുന്ന കണ്ടോ, കോട ഇങ്ങനെ പോകുന്ന കണ്ടായിരുന്നു ഫുള്ളായിട്ട്. അതാണ് ഗൈസ്, അത്രയ്ക്കും കോട ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള വഴികളൊന്നും നമുക്ക് കാണാൻ പറ്റും, ഭയങ്കര ഇരുട്ടാണ് കേട്ടോ ഗൈസ്. പക്ഷെ വഴി ഇറങ്ങിയോടാ, ആദ്യമായിട്ടാ കയറി വന്നത് ഗൈസ്. പോകുന്നുണ്ട് വെട്ടം കണ്ടിട്ടാണ് തോന്നുന്നത് ഗൈസ്.
ഗൈസ് ഏതോ ഒരു ജീവിയാണ്. ഇപ്പുറത്തുണ്ടോ ഗൈസ് ഉണ്ടോ? സംഭവം എന്താണെന്ന് അറിയാം, ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന്റെ ബോഡി മുഴുവനും കാലുകളാണ്. കണ്ട ഇത് പിടിച്ച ഇപ്പുറത്തോട്ടാ കണ്ട. എന്ത് സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടു. പക്ഷെ ഇത് നോക്കി ഓടി 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 വരുന്നത് ഭയങ്കര സ്പീഡാണ് കേട്ടോ. അത് വേണമെങ്കിൽ നമ്മൾ കാണിച്ചു തരാം. പോയി ഒന്ന് ഓട്ടിക്ക്. നല്ല സ്പീഡ്. സംഭവം എന്താണെന്ന് മനസ്സിലായില്ല. എന്താണെന്ന് പറയാം. പക്ഷെ അതിന്റെ ബോഡി ഫുള്ളും മറ്റേ കാലുകളാണ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫുള്ള് ഇരുട്ടാണ്, ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല. നമ്മളെ ആകെ ഒരു വെട്ടത്തിന്റെ പേര് നിങ്ങൾ ഇറങ്ങിപ്പോയിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ. ഓഫ് ചെയ്യടാ.